ഇതാണ് നമ്മുടെ എറണാകുളത്ത് വീട്ടിലിരിക്കുന്ന ലോയിഡിൻ്റെ AC. ഇത് 110 3 സ്റ്റാർ AC ആണ്. ഇത് പക്ഷേ കൺവേർട്ടബിൾ അല്ല കേട്ടോ, പക്ഷേ ഇൻവെർട്ടർ മോഡൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്യുക്ക് റിവ്യൂ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു 30,000 രൂപയ്ക്ക് റേഞ്ചിൽ നിങ്ങളൊരു AC നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു ബ്രാൻഡാണ് ലോയിഡ്. ലോയിഡ് എന്ന് പറയുന്നത് ഹെവൽസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിൽ അതിൻ്റെ ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. സൈഡിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റിക്കർ കാണുന്നതായിരിക്കും. 3 സ്റ്റാറാണ്, 5 സ്റ്റാർ അല്ല കേട്ടോ. അപ്പോൾ ഇതൊരു ക്രീം കളറാണ്, വൈറ്റ് കളറല്ല, ക്രീം കളറാണ് കേട്ടോ, വൈറ്റ് അല്ല. അതാണ് ഈ കളറിലായിട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ സ്റ്റെബിലൈസർ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഉണ്ടാകുന്ന സ്റ്റെബിലൈസർ തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം. ഒരു ക്രോം ഫിനിഷ്, ഒരു ഗോൾഡൻ ക്രോം ഫിനിഷ് ഒക്കെ ആയിട്ടുള്ള വരുന്ന മോഡലാണത്. ഇതിൻ്റെ റിമോട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ റിമോട്ട് വരുന്നത് ഇതാണ് കണ്ട്. നമ്മൾ 27-26 ഉപയോഗിക്കാറ്. അപ്പോൾ ഇത് ബേസിക് മോഡലാണ് സംഭവം. ഇപ്പോൾ നമ്മുടെ എറണാകുളത്തെ വീട്ടിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ മെയിൻ നമ്മുടെ തൃശ്ശൂർ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പാനസോണിക്കിൻ്റെയാണ്. അത് മെയിൻ 1.5 ടണ്ണിൻ്റെയാണ്. ഇത് നമ്മുടെ ഫ്ലാറ്റ്, നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലാണ്. കാരണം നമുക്ക് 1.5 ടണ്ണിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1 ടണ്ണിൻ്റെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിമോട്ടും കാണലൊക്കെ. അപ്പോൾ ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. സാധനം ഓണായി കണ്ടോ, സൗണ്ടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇത് ഓൺ ഓഫ് ബട്ടൺ. ഇത് ഇക്കോ മോഡ് വരുന്നതാണ്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഓട്ടോ മോഡിലിട്ടിട്ട് AC ഉപയോഗിക്കായിരിക്കും നല്ലത് കേട്ടോ. ഈ മോഡ് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി കാണാം. ഓട്ടോ മോഡിൽ തന്നെ ഞാൻ ഉപയോഗിക്കാറ്. 26-25 റേഞ്ചിലേക്കാണ് നമ്മൾ വെക്കാറ് കേട്ടോ. ഓട്ടോ മോഡിലാണ് വെക്കാറ്. പിന്നെ ഫാൻ കൺട്രോൾ ഓട്ടോ മോഡാണെങ്കിൽ പിന്നെ ഇതൊന്നും വർക്കാവില്ല. എന്ന് വെച്ചാൽ ഫാൻ കൺട്രോളിലേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളും. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ടൈമറിൻ്റെ ബട്ടൺ ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട്. പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള നമ്മുടെ ടൈമർ സംഭവങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്ലീപ്പ് മോഡിൻ്റെ സ്വിച്ച് ഉണ്ട്. ടർബോ ക്ലീൻ, സെൽഫ് ക്ലീനിൻ്റെ സംഭവം ഉണ്ട്. ടർബോൻ്റെ സ്വിച്ച് ഇതാണ്, സെൽഫ് ക്ലീൻ സ്വിച്ച് ആണെന്നുണ്ട്. അപ്പോൾ രണ്ട് ഫംഗ്ഷനായിട്ട് വരുന്ന സ്വിച്ചുകളാണ് അത് കേട്ടോ. പിന്നെ LED സ്വിച്ച് ഉണ്ട്, ഫോളോമിയുടെ സ്വിച്ച് ഉണ്ട്. അതാണ് 2 സൈഡിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിമോട്ടായിട്ട് വരുന്നത് കേട്ടോ. ഒരു ചെറിയ റിമോട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലോയിഡിൻ്റെ ലേറ്റസ്റ്റ് മോഡലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ ഇടുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ടായിരിക്കും. പുതിയ മോഡൽ നമുക്കിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ, ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആ മോഡൽ എടുത്താൽ മതി. ഈ ലേറ്റസ്റ്റ് മോഡൽ എടുത്താൽ മതി. ഇത് നമ്മുടെ ലേറ്റസ്റ്റ് അല്ല കേട്ടോ, ഇത് 2023 മോഡലാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണണ്ടായിരിക്കും. ഹാവൽസിൻ്റെ ബ്രാൻഡിങ് വേറെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോയിഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹാവൽസിനാണ്. പണ്ട് ആക്ച്വലി അങ്ങനെ ആയിരുന്നില്ല. ഇത് പിന്നെ ഹാവൽസുകാർ ഇവരെ വാങ്ങിച്ചതാണ് ലോയിഡിനെ. അപ്പോൾ സർവീസും വലിയ മോശമില്ലാത്ത സർവീസാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ബഡ്ജറ്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ മിക്കവാറും ആൾക്കാർ വോൾട്ടാസ് അങ്ങനെ കടക്കാരൊക്കെ ചിലപ്പോൾ ഗോദ്രേജൊക്കെ റെക്കമെൻഡ് ചെയ്യും. ഗോദ്രേജിന് എന്താ ഗുണം വെച്ചാൽ 5 കൊല്ലം വാറണ്ടി വരുന്നുണ്ട്. അതൊരു ഗുണമുണ്ട്. 28 രൂപയ്ക്ക് വരുന്നുള്ളൂ 110 സാറിന്. പിന്നെ ഇപ്പോൾ സാംസങ്ങിൻ്റെ വരുന്നുണ്ട്. സാംസങ്ങിൻ്റെ വലിയ കുഴപ്പമില്ല, നിങ്ങൾക്ക് 30 രൂപ തന്നെയാണ് കിട്ടുന്നുണ്ട് 113 സ്റ്റാറിൽ. അത് നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് എടുക്കാം. സാംസങ് ആയാലും വലിയ ബേജസ് സാംസങ് ആയാലും വലിയ മോശമില്ലാത്ത സാധനമാണ് ബി സ്മോക്ക് കേട്ടോ. വിൻഡ് ഫ്രീ അല്ല, ബി സ്മോക്ക്. അപ്പോൾ ഞാൻ ഒരു 30-33 രൂപയുടെ താഴെ വരുന്ന മോഡൽസിലൊക്കെ ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അനുസരിച്ച് എടുത്ത് നോക്കാം. ലോയിഡ് ആയിക്കോട്ടെ, സാംസങ് ആയിക്കോട്ടെ. കാരിയറും നല്ല തന്നെയാണ്. സർവീസും സംഭവം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സർവീസൊക്കെ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ എറണാകുളത്ത് ആയതുകൊണ്ട് ഇപ്പോൾ ലോയിഡ് ഏതെടുത്താലും ഓൾമോസ്റ്റ് എല്ലാ സാധനം സർവീസ് ഉണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങളുടെ ഏരിയ ആണ്. ഇപ്പോൾ പാനസോണിക് ആയിക്കോട്ടെ, LG ആയിക്കോട്ടെ, എല്ലാം നമ്മുടെ ഏരിയ അനുസരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ച് ഇൻറ്റീരിയർ ഏരിയയിലൊക്കെ ആണെങ്കിൽ മിക്കവാറും അത് തേർഡ് പാർട്ടി സർവീസ് ആയിരിക്കും. അപ്പോൾ തേർഡ് പാർട്ടി സർവീസ് ആണെങ്കിൽ ഏജൻസികളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏത് ബ്രാൻഡായാലും എല്ലാം കണക്ക് തന്നെയാണ്. അത് ഡിഫറൻസ് ഉണ്ടാവില്ല വലിയ കാര്യമായിട്ട്. ഞാൻ പറയുന്നത് ഡയറക്റ്റ് സർവീസിൻ്റെ കാര്യമുണ്ട്. ഡയറക്റ്റ് സർവീസ് മിക്ക എല്ലാ ബ്രാൻഡുകളും വലിയ മോശമില്ലാത്തതാണ്. എക്സെപ്റ്റ് വോൾട്ടാസ്, ഗോദ്രേജൊക്കെ തനി തല്ലിപ്പൊളിയാണ് ഇപ്പോൾ കേട്ടോ. പണ്ടത്തെ ക്വാളിറ്റി നോക്കണ്ട നിങ്ങൾ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലൊക്കെ നല്ല കംപ്ലൈൻറ്റ് ഉണ്ട്. പണ്ടത്തെ ഗോദ്രേജൊക്കെ വെച്ചവർക്ക് അത് പറയാനായിരിക്കും വലിയ കംപ്ലൈൻറ്റ്. പണ്ട് ഏത് മോഡൽ വെച്ചാലും വലിയ കംപ്ലൈൻറ്റ് ഒന്നും ഉണ്ടാവാറില്ല. ഇപ്പോഴത്തെ പക്ഷേ അങ്ങനെയല്ലേ, അവരിപ്പോൾ അത് അങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു ബിൽഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് പുതിയ മോഡൽ സെല്ല് ചെയ്യണ്ടേ. അപ്പോൾ കമ്പാരിറ്റീവ്ലി ബഡ്ജറ്റ് കാറ്റഗറി നോക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ മോഡൽസിലൊക്കെ വാങ്ങിച്ചാൽ മതി. ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലിപ്കാർട്ട് വേണവർക്ക് നിങ്ങൾക്ക് യൂട്യൂബിൽ ടാഗ് നോക്കാം, അല്ലെങ്കിൽ ആമസോൺ വേണവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ സ്റ്റെബിലൈസർ വെക്കാൻ മറക്കരുത്. V-ഗാർഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ കടക്കാർ കടന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചില സമയത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല. ചില കടക്കാർ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്, അത്രേ ഉള്ളൂ. നമുക്കിത് ഫ്രീ ആയിട്ട് കിട്ടിയതായിരുന്നു, അത് വാങ്ങിച്ചാണ്. അല്ലാത്ത പക്ഷം നല്ല ഡിജിറ്റെക് അല്ല, സോറി, നമ്മുടെ മൈക്രോടെക്കോ അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ച് വെച്ചാൽ മതി. അതും ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്യാം. അതായത് ആമസോണിൽ ഉണ്ടാവുള്ളൂ, ഫ്ലിപ്കാർട്ടിൽ എനിക്ക് ഉറപ്പില്ല. ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് എന്തായാലും, പക്ഷേ ഈ സാധനം വെക്കാണ്ടിരിക്കരുത്. സ്റ്റെബിലൈസർ നിർബന്ധമാണ് കേട്ടോ. എന്ന് വെച്ചാൽ കമ്പനിക്കാരും കടക്കാരൊക്കെ ചിലപ്പോൾ പറയും സ്റ്റെബിലൈസറിലും കുഴപ്പമില്ല എന്നൊക്കെ പറയും. പക്ഷേ വെക്കാണ്ടിരിക്കരുത്. ചെറിയൊരു ഫ്ലക്ച്വേഷൻ വന്നാൽ തന്നെ അതിൻ്റെ ബോർഡ് പോയി കഴിഞ്ഞാൽ വാറണ്ടി ഒന്നും കിട്ടില്ല. അപ്പോൾ ഓട്ടോ ഫ്ലക്ച്വേഷന് വാറണ്ടി ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് മറക്കരുത്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യലിസ്റ്റാണ്. നമ്മൾ ടെക് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ് കേട്ടോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.